सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। हरिः ओम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। गोविन्दाय नमो नमः। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. അതാ ആദിശങ്കര ഭഗവത്പാദകൃത ഗോവിന്ദാഷ്ടക സ്തോത്രം പഞ്ചമ ശ്ലോകം. 5-ാം ശ്ലോകവും 6-ാം ശ്ലോകവും നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോപീമണ്ഡലഗോഷ്ഠീഭേദം ഭേദാവസ്തമഭേദാഭം ശശ്വദ്ഗോഘുര നിർദൂതോദ്ഗത ദുളീദൂസര സൗഭാഗ്യം ശ്രദ്ധാഭക്തിഗൃഹീതാനന്ദമചിന്യം ചിന്തിത സദ്ഭാവം ചിന്താമണിമഹിമാനം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുപായാദാഗമുപാരൂഢം വ്യാധിസ്തന്ധീരധദിക് വസ്ത്ര ഉപായാതുമുപകർഷന്തം നിർദൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്താമാത്രശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ആചാര്യസ്വാമികളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. 6-ാമത്തെ ശ്ലോകം ഭഗവത്പാദര് വസ്ത്രാപഹരണം എന്ന ഭഗവാന്റെ ലീലയെ വർണ്ണിക്കുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടി ഇവിടെ വർണ്ണിക്കുന്നു എന്ന് ആചാര്യസ്വാമികൾ തന്നെ പറയുന്നുണ്ട്. നിർധൂത ദ്വയ ശോക വിമോഹം. ആർക്കാണോ ഭഗവാന്റെ അടുത്ത് ഭേദബുദ്ധിയുള്ളത്, ആ ഭേദബുദ്ധി കാരണം അവര് ശോകം മോഹം എന്ന ദുഃഖത്തിൽ അല്ലെങ്കിൽ ആ അവസ്ഥയിൽ പ്രാപിച്ചിരിക്കുകയാണ്
ഏതവസ്ഥ? ശോകം എന്ന അവസ്ഥ, മോഹം എന്ന അവസ്ഥ. അല്ലെ, ഇതിനെ ഒറ്റയടിക്ക് പറഞ്ഞ ദുഃഖം എന്ന അവസ്ഥയെ പ്രാപിച്ചിരിക്കുകയാണ്. അത് മാറ്റാനായിക്കൊണ്ടാണ് ഭഗവാൻ ഈ ലീലകളാടിയത്. അപ്പോൾ അല്ലയോ ഗോവിന്ദ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. എന്തിനു വേണ്ടി? എനിക്കും ഈ ശരീരബോധമുണ്ട്. അഹം, എൻ്റെ ശരീരം, അല്ലേ, എൻ്റെ മാത്രം ശരീരം എന്നുള്ള ഈ ബോധമുണ്ട്. ഭഗവാനോട് ഭക്തിയൊക്കെ ഉണ്ട്. ഭഗവാന് വേണ്ടി ഞാൻ എന്ത് വേണേലും സമർപ്പിക്കാം, ദക്ഷിണകൾ തരാം, അല്ലെങ്കിൽ എത്ര കഠിനമായി ക്ഷേത്ര ദർശനം നടത്തണോ, വ്രതം എടുക്കണോ, ഉപവാസം എടുക്കണോ, എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്യാം. പക്ഷേ എൻ്റെ ശരീരം മാത്രം ഞാൻ വിട്ടുതരില്ല. അത് എൻ്റെ സ്വന്തമാണ്. ആ ഭാവം ഗോപികൾക്കും അത് വളരെ 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 കഠിനമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഭഗവാനെ അറിയുവാൻ അല്ലെങ്കിൽ ഭഗവത് സായുജ്യത്തിന് ഗോപികൾക്ക് വിഘ്നമായി നിന്നിരുന്നു. അല്ലെ, അവർ എല്ലാം ഭഗവാനെ ഓർത്തുകൊണ്ട് ചെയ്യുന്നു, അല്ലെ ഭഗവാന് വേണ്ടി ചെയ്യുന്നു, അതൊക്കെ ഉണ്ട്. പക്ഷെ ആ ശരീരബോധം എന്ന ഒരു മറ അല്ലെങ്കിൽ വിഘ്നം അവരെ ഭഗവാനിലേക്ക് അടുപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്നു. അത് മാറ്റിക്കൊടുക്കാൻ ആടിയ ലീലയാണ്. എനിക്കും അതുണ്ട് ഭഗവാനെ. അതാണ് ആചാര്യസ്വാമികൾ ഉദ്ദേശിക്കുന്നത്. അല്ലെ, ഈ ലീലകളൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഗോപികൾക്ക് എന്ത് ഭാവമാണോ അത് അതിൽ കൂടുതൽ എനിക്കുമുണ്ട് ഈ ദേഹബോധം. അത് മാറ്റാനാണ് ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. ഈ കഥാസന്ദർഭം ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. അതാണ് നമ്മൾ കണ്ടത്. അല്ലേ, ഒന്നുകൂടെ ചൊല്ലാം. എല്ലാവർക്കും അതൊരു കുറച്ച് പ്രയാസമാണെന്ന് പറയുന്നു. നമുക്ക് ഒരുമിച്ച് ചൊല്ലുമ്പോൾ ആ പ്രയാസമൊക്കെ മാറിക്കോളും. സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുപായാദാഗമുപാരൂഢം വ്യാധിസ്തന്ധീരധദിക് വസ്ത്ര ഉപായാതുമുപാകർഷന്തം വ്യാധിസ്യന്ധീരധദിക് വസ്ത്രമുപായാതുമുപാകർഷന്തം നിർധൂതദ്വയ ശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഒന്നാമത്തെ ലക്ഷണം നമ്മൾ കണ്ടു. നിർധൂതദ്വയ ശോകവിമോഹം പ്രണമത ഗോവിന്ദം പരമാനന്ദം. അടുത്തത് ബുദ്ധം. ബുദ്ധം എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ എന്നാണ്. ബുദ്ധം എന്ന വാക്ക്, അല്ലെ ബുദ്ധൻ, മലയാളത്തിൽ പറഞ്ഞാൽ ബുദ്ധൻ എന്ന് പറയും, സംസ്കൃതത്തിൽ പറഞ്ഞാൽ ബുദ്ധഹ, ബുദ്ധം, ഇതൊക്കെ പര്യായങ്ങളാണ്. ബുദ്ധം എന്ന് വെച്ചാൽ എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ. എപ്പോഴും ഉണർന്നിരിക്കുക എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മളെ പോലെയുള്ള 3 ഗുണങ്ങൾ ബാധിക്കാത്തവൻ, സത്വരജസ് തമോ ഗുണങ്ങൾ. ഇതിൻ്റെ വേലിയേറ്റവും വേലിയിറക്കം അനുസരിച്ച് നമ്മളിൽ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തിയുടെ അളവ് വ്യത്യസ്തപ്പെട്ടുകൊണ്ടേയിരിക്കും. ഭഗവാനെ ഈ ത്രിഗുണങ്ങൾ ബാധിക്കുന്നില്ല. അതുകൊണ്ട് എന്താണ്, ഭഗവാൻ എപ്പോഴും ഫ്രഷാണ്. നമ്മൾ 12 മണിക്ക് പ്രാർത്ഥിച്ചാലും ഭഗവാൻ കേൾക്കും. രാത്രിയിൽ അല്ലെ ഉച്ചയ്ക്ക് ആയിക്കോട്ടെ, ആ സമയത്ത് പ്രാർത്ഥിച്ചാലും അല്ലെ ഭഗവാനോട് സംവദിച്ചാലും ഭഗവാൻ അത് കേൾക്കും. ആ ഒരു ഭാവം എപ്പോഴും പ്രസൻറ്റബിൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ഭഗവാൻ എപ്പോഴും അങ്ങനെ ആയിരിക്കും, അല്ലെ അവൈലബിളാണ്. കാരണം ഭഗവാനെ ഈ ത്രിപുടികൾ, ഉപനിഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ത്രിപുടി. ഏതാണ് ത്രിപുടി? ജാഗ്രത സ്വപ്ന സുഷുപ്തി. ഇത് ബാധിക്കാത്തവൻ ബുദ്ധൻ, എപ്പോഴും ഉണർന്നിരിക്കുന്നു. ആർക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നു? ഭഗവാന് വേണ്ടിയല്ല, ലോകത്തിന് വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ലോകഹിതാർത്ഥായ, അല്ലേ, ബഹുജന ഹിതാർത്ഥ, ബഹുജന സുധായ, അതിനുവേണ്ടി ഭഗവാൻ ഉണർന്നിരിക്കുന്നവൻ. എന്തിനു വേണ്ടി ഈ ബുദ്ധനെ നമ്മൾ പ്രണമിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാന്റെ ബുദ്ധൻ എന്ന ഭാവത്തെ പ്രണമിക്കുന്നു? ഭഗവാനെ എനിക്ക്
അങ്ങ് ബുദ്ധനാണെന്ന് മനസ്സിലാകുന്നു. കാരണം എന്താണ്? എപ്പോഴും ഭഗവാൻ ഉണർന്നിരിക്കുന്നവനാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് ശോകം വന്നാലും ദുഃഖം വന്നാലും അല്ലെങ്കിൽ സന്തോഷം വന്നാലും ഏത് ഭാവം വന്നാലും അതിനെ അങ്ങയുമായിട്ട് സംവദിക്കാൻ ഏത് സമയവും അങ്ങ് ഉണ്ട് എന്നുള്ള ആ അവസ്ഥയെ മനസ്സിലാക്കി തരണേ എന്ന പ്രാർത്ഥന. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. മൂന്നാമത്തെ ലക്ഷണം ബുദ്ധേരന്തസ്ഥം. ബുദ്ധേഹ എന്ന് വെച്ചാൽ ബുദ്ധിക്കുള്ളിൽ, ബുദ്ധിയിൽ എന്നാണ്. ബുദ്ധേ എന്ന സന്ധി വരുമ്പോൾ ബുദ്ധേർ അന്തഃ സ്തം. സ്തം എന്ന് വെച്ചാൽ ഇരിക്കുക, അന്തഃ എന്ന് വെച്ചാൽ ഉള്ളിൽ, അകത്ത്. ബുദ്ധേരന്തസ്ഥം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബുദ്ധിയുടെ ഉള്ളിലിരിക്കുന്നവൻ. ബുദ്ധിയുടെ എന്ന് വെച്ചാൽ ഇവിടെ ആർക്കാണോ തെളിഞ്ഞ ബുദ്ധിയുള്ളത്, അജ്ഞാനം മാറിയ ബുദ്ധിയുള്ളത്, അതാരായിരിക്കും? പരമഭക്തൻ അല്ലെങ്കിൽ മഹാജ്ഞാനി, ജീവൻ മുക്തൻ. അവരുടെ ഉള്ളിൽ അവർക്ക് എന്താണ്? അവർക്ക് തെളിഞ്ഞ് കാണാൻ സാധിക്കും. അതാണ് ബുദ്ധേരന്തസ്ഥം. വ്യാഖ്യാനം എങ്ങനെയാണ് പറയുന്നത്? ജ്ഞാനികളുടെ ജ്ഞാനിഹ ഭക്തഃ ബുദ്ധേഹേ അന്തഃ സ്ഥിതഃ, അങ്ങനെയാണ്. അതായത് ഇത്രയേ ഉള്ളൂ. ഭക്തൻ്റെ അല്ലെങ്കിൽ പൂർണ്ണജ്ഞാനിയുടെ ബുദ്ധിയിൽ എപ്പോഴും തെളിഞ്ഞു കാണുന്നു. അവർ ഭഗവാനുമായിട്ട് സംവദിക്കും അല്ലേ? നമ്മൾ കുറൂരമ്മയുടെയൊക്കെ കഥ കേട്ടിട്ടില്ല? അല്ലെങ്കിൽ വില്ലമംഗല സ്വാമിയാർ, അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ. അവർക്കെന്താണ്? ഭഗവാൻ എപ്പോഴും തെളിഞ്ഞു കാണാൻ സാധിക്കും. അവർക്ക് ഭഗവാനോട് സംവദിക്കാൻ സാധിക്കും, ഭഗവാനുമായിട്ട് കളിക്കാൻ സാധിക്കും, പരാതി പറയാൻ സാധിക്കും, ആനന്ദിക്കാൻ സാധിക്കും. എന്തൊക്കെ അവസ്ഥകളിലൂടെയാണോ കടന്നു പോകാൻ സാധിക്കുന്നത് അതൊക്കെ നിഷ്പ്രയാസം, ഒരു പ്രയാസവുമില്ലാതെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ബുദ്ധിയുടെ അന്തത്തിലല്ല ഭഗവാനെ അജ്ഞാനമാണ്. അത് മാറ്റി എൻ്റെ ബുദ്ധിയിലും അങ്ങ് തെളിയിച്ചു തരണേ അങ്ങയുടെ സാന്നിധ്യത്തെ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. പിന്നെ ആചാര്യസ്വാമികളുടെ സ്ഥിരം ശൈലി എടുത്തത് സത്താമാത്ര ശരീരം. അങ്ങയുടെ ശരീരം, ഇവിടെ ശരീരം എന്ന് വെച്ചാൽ നമ്മുടെ പോലത്തെ ഈ മലമാംസ ശരീരമല്ല. ഇവിടെ ശരീരം എന്ന് വെച്ചാൽ സ്വരൂപം എന്ന അർത്ഥമാണ്. അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം സത്താമാത്രം. മാത്രം എന്ന് വെച്ചാൽ അത് മാത്രം, സത്ത മാത്രം. സത്ത എന്ന് വെച്ചാൽ എന്താണ്? ഉണ്മ, എക്സിസ്റ്റൻസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്ത് ചിത്ത ആനന്ദത്തിലെ ലക്ഷണങ്ങൾ, ബ്രഹ്മലക്ഷണങ്ങളിൽ ഒന്ന്. ഭഗവാനെ അങ്ങ് എന്നും ഉണ്മയോടുകൂടി, ഉണ്മയെന്ന് വെച്ചാൽ നിലനിൽക്കുന്നത്, നശിക്കാത്തത്. അങ്ങയുടെ ശരീരം, അങ്ങയുടെ സ്വരൂപം നശിക്കാത്തതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നശിക്കാത്ത അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. നമുക്ക് ഒന്നുകൂടെ ചൊല്ലാം അല്ലേ? എല്ലാ വാക്കുകളും കിട്ടിയെന്ന് വിചാരിക്കുന്നു. 4 ലക്ഷണങ്ങളേ ഉള്ളൂ ഇതിൽ. സ്നാനവ്യാകുലയോഷിത് വസ്ത്രമുപായാദാഗമുപാരൂഢം വ്യാധിസ്ത്യന്ധീരധദിക്വസ്ത്ര ഉപായാതുമുപാകർഷന്തം നിർധൂതദ്വയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ഥം സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. സപ്തമ ശ്ലോകം, 7ാമത്തെ ശ്ലോകം. കാന്തം, 1ാമത്തെ ലക്ഷണം കാന്തം. 2ാമത്തെ ലക്ഷണം കാരണകാരം, കാരണം.
രണ്ടാമത്തെ ലക്ഷണം. മൂന്നാമത്തെ ലക്ഷണം ആദിം. ആദിം പ്രണമത ഗോവിന്ദം. മൂന്നാമത്തെ ലക്ഷണം ആദിം. നാലാമത്തെ ലക്ഷണം അനാദിം. അനാദിം പ്രണമത ഗോവിന്ദം. അഞ്ചാമത്തെ ലക്ഷണം കാലം. കാലം. ആറാമത്തെ ലക്ഷണം അനാഭാസം. അനാഭാസം പ്രണമത ഗോവിന്ദം. അതായത് ഒന്നാമത്തെ പാദത്തിൽ തന്നെ 6 ലക്ഷണങ്ങളാണ് പറയണേ. ഒന്നുകൂടെ പറയാവേ, അടയാളപ്പെടുത്തേണ്ടവർ ചെയ്തോളൂ. കാന്തം, കാരണകാരണം, ആദിം, അനാദിം, കാലം, അനാഭാസം, പ്രണമത ഗോവിന്ദം. ഏഴാമത്തെ ലക്ഷണം രണ്ടാം പാദം മുഴുവൻ. കാളിന്ദീഗത കാളിയ ശിരസി സു നൃത്യന്തം മുഹുരത്യന്തം. അത് മുഴുവൻ വായിച്ചപ്പോഴേ മനസ്സിലായി കാണും എല്ലാവർക്കും. അത് ഭഗവാന്റെ കാളിന്തി നദിയിലെ ആ ലീലകൾ പറയുന്നത്. കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഏഴാമത്തെ ലക്ഷണം സുനൃത്യന്തം. ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നില്ലേ, ഒരുപാട് പാഠഭേദങ്ങളുണ്ട്, അതുകൊണ്ടാവാം. മുഹുർ എങ്ങനെയാണ് നിങ്ങളുടെ ബുക്കിൽ? മുഹുർ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും. സുനൃത്യം എന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് നൃത്തം കളിച്ചവനെ. ആ രണ്ടർത്ഥവും പറയാം. ഓക്കെ, എന്തായാലും ഇതൊന്ന് അടയാളപ്പെടുത്തിക്കോളൂ. കാളിന്ദീഗത കാളിക ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഏഴാമത്തെ ലക്ഷണം. ഇനി എട്ടാമത്തെ ലക്ഷണം ഒരിക്കൽ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നു. കാലം. അങ്ങ് കാലനാണെന്ന്. എട്ടാമത്തെ ലക്ഷണം കാലം പ്രണമത ഗോവിന്ദം. ഒൻപതാമത്തെ ലക്ഷണം കാലകലാതീതം. കാലകലാതീതം. കല അതീതം, ആ സൈലന്റ് ആണ് സന്ധിയിൽ. കാലകലാതീതം പ്രണമത ഗോവിന്ദം. ഒൻപതാമത്തെ ലക്ഷണമാണത്. കാലം കാലകലാതീതം. പത്താമത്തെ ലക്ഷണം കലിതാശേഷം. കലിതാശേഷം. കലിത അശേഷം. കലിതാശേഷം. പത്താമത്തെ ലക്ഷണം കലിതാശേഷം പ്രണമത ഗോവിന്ദം. 11ാമത്തെ ലക്ഷണം കലിദോഷഘ്നം. കലിദോഷഘ്നം. 11ാമത്തെ ലക്ഷണം കലിദോഷഘ്നം പ്രണമത ഗോവിന്ദം. 12ാമത്തെ ലക്ഷണം കാലത്രയഗതിഹേതും. കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം. ഇങ്ങനെ 12 ലക്ഷണങ്ങളാണ് ഒറ്റ ശ്ലോകത്തിൽ. ജസ്റ്റ് ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ നമ്പർ ശരിയാണെന്ന്. നമ്പർ ഇട്ടവർ നോക്കുക. 1ാമത്തെ ലക്ഷണം കാന്തം. 2 കാരണകാരണം. 3ാമത്തെ ലക്ഷണം ആദിം. 4 അനാദിം. 5 കാലം. 6ാമത്തെ ലക്ഷണം അനാഭാസം. 7ാമത്തെ ലക്ഷണം കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം. 8ാമത്തെ ലക്ഷണം കാലം. 9ാമത്തെ ലക്ഷണം കാലകലാതീതം. 10ാമത്തെ ലക്ഷണം കലിതാശേഷം. 11ാമത്തെ ലക്ഷണം കലിദോഷഘ്നം. 12ാമത്തെ ലക്ഷണം കാലത്രയഗതിഹേതു. 12 ലക്ഷണങ്ങളോടൊപ്പം നമ്മൾ പ്രണമിക്കുക. നമുക്ക് ഒരുമിച്ച് ചൊല്ലാൻ പഠിക്കാം. കാന്തം കാരണകാരമത് ആദിമനാദിം കാലമനാഭാസം. കാന്തം കാരണകാരണം
കാലാധിമനാദിം കാലമനാഭാസം കാളിന്ദീഗധകാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷക്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം കാന്തം കാരണകാരണമാദിമനാദിം കാല അനാഭാസം കാളിന്ദീഗധകാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷക്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. പ്രണമത ഗോവിന്ദം പരമാനന്ദം. ആർക്കാണോ പരമാനന്ദം വേണ്ടത് അവർ ഈ ലക്ഷണങ്ങളോടുകൂടി അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങളെ മനസ്സിൽ ഭാവന ചെയ്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ഗോവിന്ദനെ പ്രണമിക്കൂ. ലക്ഷണങ്ങൾ ഓരോന്നായിട്ട് പറയുകയാണ് ആചാര്യസ്വാമികൾ. കാന്തം, കാന്തം എന്ന് വെച്ചാൽ അത്യന്ത കാന്തിയോടുകൂടിയവന്. കാന്തി എന്ന് വെച്ചാൽ അറിയാമല്ലോ, ശോഭ അല്ലേ, അല്ലെങ്കിൽ സുന്ദരം. കാന്തി എന്ന വാക്കിന് എന്നും പ്രകാശിക്കുന്നത് ഇത്യാദി അർത്ഥങ്ങളുണ്ട്. ഇപ്പം അത്യന്ത കാന്തിയോട് കൂടിയെന്ന് വെച്ചാൽ എന്താണ്? ഭഗവാനേക്കാളും സുന്ദരനായ മനോഹരനായ ഒരു രൂപം മുമ്പ് ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാകാനും പോകുന്നില്ല. അതുമാത്രമാണ്. ആ സ്വരൂപനെ ഞാൻ പ്രണമിക്കുന്നു. നമ്മുടെയൊക്കെ കാന്തി എങ്ങനെയാന്ന് വെച്ചാൽ ഒന്നേ പുട്ടിയിടണം, അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം ഉണ്ടാകണം, അപ്പോഴേ നമ്മളൊക്കെ സുന്ദരമാവുകയുള്ളൂ. അത് മനസ്സുകൊണ്ടും അതെ, അല്ലെങ്കിൽ മുഖത്തും അതെ. നമുക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വേണം നമ്മൾ മനോഹരമാകണമെങ്കിൽ, അല്ലേ? മറ്റൊന്നിൻ്റെ എങ്കിലും സപ്പോർട്ട് വേണം. പക്ഷെ ഭഗവാൻ അങ്ങനെയേ അല്ല. എന്ത് സുഖം വന്നോട്ടെ, ദുഃഖം വന്നോട്ടെ, ക്രോധം വന്നോട്ടെ, അല്ലെങ്കിൽ ശാപം വേൽട്ടോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് സാഹചര്യത്തിലും ഭഗവാൻ എന്നും പ്രസന്നനായിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ അങ്ങയെ ആ ഭാവത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രണമിക്കുന്നു. എനിക്ക് പരമാനന്ദത്തെ, ദുഃഖനിവൃത്തിയെ നൽകിയാലും. കാന്തം. അടുത്തത് കാരണകാരണം. കാരണകാരണം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാറ്റിനും കാരണമായിരിക്കുന്നവന്, സർവഭൂത കാരണകർത്ത. അങ്ങനെയാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. സർവഭൂത കാരണകർത്ത, എല്ലാറ്റിനും കാരണമായിരിക്കുക. നമ്മൾ പഠിച്ചിട്ടില്ലേ മെറ്റീരിയൽ കോസ്, എഫിഷ്യൻറ്റ് കോസ് എന്നൊക്കെ സ്കൂളിൽ. അതായത് എല്ലാറ്റിനും, മെറ്റീരിയൽ കോസിനും എല്ലാത്തിനും കാരണമായിരിക്കുന്നവൻ. കാരണം സർവ സൃഷ്ടി കാരണകർത്ത, സർവ പ്രപഞ്ച കാരണകർത്ത, അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയായിരിക്കുന്ന കാരണം എന്തിനു വേണ്ടി ഈ ഭാവത്തെ നമ്മൾ സങ്കല്പിച്ചുകൊണ്ട് പ്രണമിക്കുന്നു? എനിക്ക് കാരണമായിരുന്നവർ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണമെന്നില്ല. നമ്മളുടെയൊക്കെ കാരണം ആരാണ്? മാതാപിതാക്കളാണ്. അവരെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അവരെപ്പോഴും ഉണ്ടാവില്ല എന്ന സത്യത്തെ ഞാൻ മനസ്സിലാക്കി എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കുന്നത് അല്ലയോ ഭഗവാനെ അങ്ങാണ് എന്ന സത്യത്തെ ഞാൻ ഉൾക്കൊള്ളുന്നു.
ആ ഭാവം എന്നിൽ ഉറപ്പിച്ചു തരണേ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. മൂന്നാമത്തെ ലക്ഷണം ആദിം. ആദി എന്ന് വെച്ചാൽ ആദിഭൂതൻ, എല്ലാറ്റിനും ആദിയായിരിക്കുന്നവൻ, തുടക്കം. ആദി എന്ന് വെച്ചാൽ അറിയാലോ, തുടക്കം. എല്ലാം തുടങ്ങിയത് അങ്ങിൽ നിന്നാണ് അല്ലേ. സർവേ ഇമാനി ഭൂതാനി ജായന്തേ ഏന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിശംവിശന്തി അല്ലേ. തത് സത്യം സ ആത്മ തത്വമസി ശേതകേതു. അത് തന്നെയാണ് ആദി. എല്ലാ ഭൂതങ്ങളും എവിടെ നിന്നും ഉത്ഭവിച്ചു? പരമാത്മാവിൽ. അതുകൊണ്ട് ആദിപുരുഷൻ എന്ന് ഭഗവാനെ ഞാൻ വിളിക്കുന്നു. ഞാനും അവിടെ നിന്നാണ് ഉണ്ടായത്. ആ ഭാവം എന്നിലുണ്ടാകണേ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദൻ, പരമാനന്ദം. അടുത്തത് നാലാമത്തെ ലക്ഷണം അനാദി. അനാദി എന്ന് വെച്ചാൽ അറിയാലോ. അനാദി എന്ന് വെച്ചാൽ എന്തായിരിക്കും? നാശരഹിതൻ, അനാദിയായിരിക്കും, എന്നും നിലനിൽക്കുന്ന, എറ്റേണൽ എന്നുള്ള അർത്ഥം. എന്നും നിലനിൽക്കുന്നവൻ. ഇതൊക്കെ നമ്മുടെ ഭയത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ലക്ഷണങ്ങൾ. കാരണം എൻ്റെ ശരീരം എന്നും നിലനിൽക്കില്ല, എന്നിൽ കുടികൊള്ളുന്ന ഭഗവാൻ എന്നുള്ള ചൈതന്യം എന്നും നിലനിൽക്കുന്നു എന്ന സത്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു. അതിലൂടെ എൻ്റെ ആ ഭയങ്ങൾ മാറ്റിത്തരണേ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. അടുത്തത് കാലം. കാലനായിരിക്കും. ഇതും നമുക്ക് ഏറ്റവും ഭയമുള്ള നാമമാണ്, കാലം എന്നുള്ളത് അല്ലേ. ഓരോ കാലവും നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ശൈശവം എന്ന കാലം കഴിഞ്ഞു, യൗവനം എന്ന കാലം കഴിഞ്ഞു, വാർദ്ധക്യം എന്ന കാലത്തിലെത്തി, ഇനി അതും കഴിയും അല്ലേ. ആ ഭയത്തോടു കൂടിയാണ് കാലത്തെ, കാലസ്വരൂപനെ ഞാൻ കാണുന്നത്. അതെനിക്ക് ദുഃഖമുണ്ടാക്കി തരുന്നു ആ ഭയം. അതുകൊണ്ട് ഭഗവാനെ, കാലസ്വരൂപനായി അങ്ങെപ്പോഴും ഉണ്ട് എന്നുള്ള ഭാവത്തെ ഞാൻ സങ്കല്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ കാലഭയത്തെ ഇല്ലാണ്ടാക്കി തരണേ, അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം അല്ലേ. ഏകാദശ സ്കന്ധത്തിലും പറയുന്നുണ്ട്, ഭഗവാനെ വിളിക്കുന്ന പേരാണ് കാലസ്വരൂപൻ എന്ന്. കാലത്തിന് സ്വരൂപമായിരിക്കുന്നവനെ അല്ലേ. കാലം എവിടെ നിന്ന് ആരംഭിച്ചു? ഭഗവാനിൽ നിന്ന് അല്ലേ. സമയം നമ്മൾ വിചാരിക്കും അത് ഗ്രിഗോറിയൻ കലണ്ടറിൽ നിന്ന് തുടങ്ങി, അല്ലെ BC-യിൽ തുടങ്ങി, AD-യിൽ തുടങ്ങി, ഇത്യാദി ഇത്യാദി ചരിത്രങ്ങളാണ് നമ്മൾ പഠിച്ചത്. അത് പ്രയോജനമൊന്നും തരുന്നില്ല, അതെനിക്ക് ദുഃഖമാണ് ഉണ്ടാക്കി തരുന്നത് ഭഗവാനെ. അതുകൊണ്ട് അതിനെ മാറ്റാനായി, മരണഭയമില്ലാണ്ടാക്കാനായി ഞാൻ അങ്ങയെ കാലസ്വരൂപൻ എന്ന നാമം കൊണ്ട് ഇവിടെ പ്രണമിക്കുന്നു. അനാഭാസം. ആറാമത്തെ ലക്ഷണം അനാഭാസം. അനാഭാസം എന്ന് വെച്ചാൽ മായാ ബന്ധരഹിത ഇത് അനാഭാസം, അങ്ങനെയാണ് വ്യാഖ്യാനത്തിൽ. മായാ ബന്ധരഹിതൻ. ഭഗവാൻ മായാസഹിതനായി ഇതൊക്കെ സൃഷ്ടിച്ചു, പക്ഷെ മായാദേവിയുമായി ഒരു ബന്ധവുമില്ല. മായാബന്ധരഹിതൻ. മായ എന്ന് വെച്ചാൽ എന്താണ്? അജ്ഞാനം അല്ലേ. ഭഗവാൻ അറിയാമല്ലോ, മായയോട് കൂടിയാണ് സൃഷ്ടി നടത്തിയത്. പക്ഷെ മായയോട് കൂടി സൃഷ്ടി നടത്തിയെങ്കിലും മായയുമായി ഒരു ബന്ധവുമില്ല. അജ്ഞാന രഹിത, അതാണ് അനാഭാസം അല്ലെങ്കിൽ മായാബന്ധൻ. എന്തിനു വേണ്ടി ഞാൻ ഈ ലക്ഷണം പറഞ്ഞുകൊണ്ട് പ്രണമിക്കുന്നു? ഞാൻ ഇതിൽ പെട്ട് കിടക്കുകയാണ്. മായാകാര്യം ജഗതാദി ബ്രഹ്മപര്യന്തം. നമ്മൾ വിവേക ചൂടാമണി പഠിച്ചതാണ്. ഗന്ധ ഗന്ധ വായുക ഗന്ധ. ആ ശ്ലോകമൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞൂടാ. മത്തമയൂരി ഛന്ദസ്സിൽ നമ്മൾ പഠിച്ചതാണ് അതൊക്കെ. അതായത് മായയെക്കുറിച്ച് ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ, എൻ്റെ ജോലി എന്ന് വെച്ചാൽ ബ്രെയിൻ വാഷിംഗ് ആണ്. ഇവിടെ
ബുദ്ധി ഇങ്ങനെ കഴുകുക. അത് ഇങ്ങനെ ഓരോ ശ്ലോകങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക അല്ലേ. അത് തന്നെയാണ് മായാ ബന്ധരഹിത. ഞാൻ മായയിൽ പെട്ട് കിടക്കുകയാണ് ഭഗവാനെ, മായയോട് ബന്ധം പുലർത്തിയിരിക്കുന്നു, അതുകൊണ്ട് ദുഃഖമാണ് എനിക്ക് ഫലം. ആ ദുഃഖ നിവൃത്തിക്കായി മായാബന്ധരഹിതനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. എൻ്റെ പ്രണാമം സ്വീകരിച്ചാലും എനിക്ക് ഫലമായിക്കൊണ്ട് മായാരഹിതത്വം നൽകി അനുഗ്രഹിച്ചാലും എന്നുള്ള ഭാവനയാണ്. അടുത്ത 7ാമത്തെ ലക്ഷണം കാളിന്ദീഗധ കാളിയ ശിരസി നൃത്യന്തം മുഹുരത്യന്തം. കാളിന്ദീഗധ അല്ലേ, കേട്ടപ്പോഴേ എല്ലാവർക്കും ആ ലീലകൾ ഓർമ്മ വന്നു. ഓരോ ശ്ലോകത്തിലും നോക്കൂ, ഭഗവാൻ ഓരോ ലീലകൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഗോപികളുടെ പറഞ്ഞു, അതിന് മുമ്പ് യശോദാമാതാവിൻ്റെ കൂടെയുള്ള ലീല പറഞ്ഞു. അങ്ങനെ ഓരോ ശ്ലോകത്തിലും നമുക്ക് കാണാം. ഇവിടെ എന്താ പറയുന്നത്? കാളിന്ദീഗധ. കാളിന്ദീഗധ എന്ന് വെച്ചാൽ, ഗധ എന്ന് വെച്ചാൽ തീരവാസികൾ എന്നാണ് അർത്ഥം. ഈ കിനാരയെന്ന് നമ്മൾ പറയില്ലേ, ഇപ്പം ഗംഗാജിക്ക കിനാര എന്ന് വെച്ചാൽ എന്താണ്? ഗംഗാജിയുടെ തീരത്ത്. ഗംഗാ കിനാരെ ഗധ എന്ന് വെച്ചാൽ എന്താണ്? ഗംഗയുടെ തീരത്ത് വസിക്കുന്നവർ അല്ലേ. അതുപോലെ കാളിന്ദി ഗധ എന്ന് വെച്ചാൽ എന്തായിരിക്കും? കാളിന്ദി എന്ന നദിയുടെ തീരത്ത് വസിക്കുന്നവർ, തീരവാസികൾ. അതാണ് കാളിന്ദി ഗധ, തീരവാസികളെ. കാളിയ ശിരസി, ആ കാളിന്ദി നദീ തീരവാസികൾക്ക് എന്തുണ്ടായി? കാളിയൻ വന്ന് അല്ലേ, അവർക്ക് ആ ശുദ്ധജലത്തെ മുഴുവൻ മലിനമാക്കി. അനേകം ഭഗവാന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തീരവാസികൾ അവർക്കൊക്കെ മരണമെന്ന ദുഃഖമുണ്ടായി, അല്ലെങ്കിൽ ശാരീരികമായ ദുഃഖങ്ങളുണ്ടായി. അതിനെ ഭഗവാൻ ആ വിഷത്തിനെ എന്ത് ചെയ്തു? കാളിയ ശിരസി, കാളിയൻ്റെ ശിരസിൽ, ശിരസ്സറിയാമല്ലോ, തല, കാളിയൻ്റെ ശിരസിൽ കയറിയിട്ട് എന്ത് ചെയ്തു? സുനൃത്യന്തം. സൂന്ന് വെച്ചാൽ നന്നായിട്ട് നൃത്തം ചെയ്തെന്ന്. അതായത് കാളിയന് തല പൊക്കാൻ സാധിക്കാത്തത്ര വിധത്തിൽ നൃത്തം കൊണ്ട് ഭഗവാൻ കാളിയൻ്റെ ആ ശിരസിനെ ഉന്മൂലനം ചെയ്തവൻ. അതാണ് സുനൃത്യം. നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ ഭഗവാൻ നന്നായിട്ട് നൃത്തം ചെയ്യുന്നതായിട്ട്, പക്ഷെ കാളിയൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴെന്താണ്? തല മുഴുവൻ ചവിട്ടി പിളർന്നു എന്നുള്ള ഭാവം. സുനൃത്യന്തം അതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? മുഹുരത്യന്തം. മുഹുഹു എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും. അത്യന്തം, അത്യന്തം എന്ന് വെച്ചാൽ വിഷമില്ലാണ്ടാകുന്നത് വരെ. അത്യന്തം എന്ന് വെച്ചാൽ വിഷശമനാർത്ഥം, വിഷം നശിക്കുന്നത് വരെ. അതായത് കാളിയൻ്റെ ഉപദ്രവം ഇനി ആ കാളിന്ദി ഗധർക്കുണ്ടാകരുത്. അവരെ സഹായിക്കാനായിക്കൊണ്ട് ഭഗവാൻ ഊളിയിട്ടിറങ്ങിയതും, പിന്നെ മൂപ്പറുടെ മാളത്തിൽ പോയിട്ട് കാളിയനെ പുറത്തേക്ക് എടുത്ത് കൊണ്ടുവന്നതും ആ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നിട്ട് ഈ തീരവാസികളെ സംരക്ഷിച്ചവനേ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. എന്തിന് ഈ സന്ദർഭം പറയുന്നു? നമ്മളെ ഓർമ്മിപ്പിക്കുന്ന എന്താണ്? നമ്മുടെ ഉള്ളിലും ചെറിയ ചെറിയ കാളിയന്മാരുണ്ട് അല്ലേ. കാളിയൻ എത്ര ശിരസ്സുണ്ടായിരുന്നു? അത്രയും ശിരസ്സുകളോടുകൂടി കാളിയൻ്റെ അത്ര വലിപ്പമില്ലെങ്കിലും അതിലേക്കാൾ കുട്ടി കാളിയന്മാരുണ്ട് നമ്മുടെ ഉള്ളിൽ. കാമം എന്ന കാളിയൻ അല്ലേ, ക്രോധം എന്ന കാളിയൻ, അസൂയ എന്ന കാളിയൻ അല്ലേ, ശ്രദ്ധയില്ലായ്മ, ഭക്തിയില്ലായ്മ, അല്ലെങ്കിൽ എല്ലാറ്റിലും ദോഷദൃഷ്ടിയാ മുഹുർമുഹു, എപ്പോഴും ദോഷം മാത്രം കാണുന്ന കാളിയൻ, ഇത്യാദി ഇത്യാദി കാളിയന്മാരുണ്ട്. ആ വിഷം ഭഗവാനെ എൻ്റെ ശരീരം മുഴുവൻ
വ്യാപിക്കുന്നതിന് മുമ്പായി അങ്ങ് ഈ എങ്ങനെയാണോ കാളിന്തി നദി തീരവാസികളെ സംരക്ഷിച്ചത്, അതുപോലെ എന്നെയും സംരക്ഷിക്കണമേ. അതിനായിക്കൊണ്ട് ഈ ലീലാസന്ദർഭം, കാളിയ നടനം എന്ന ലീലാസന്ദർഭം ഓർത്തുകൊണ്ട് ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു. എൻ്റെ പ്രണാമം സ്വീകരിച്ചുകൊണ്ട് ഈ വിഷപ്പല്ലുകളെ നശിപ്പിച്ചാലും എന്ന്. വിഷപ്പല്ലെന്ന് ഓർത്തപ്പോൾ ഒരു സന്ദർഭം ഓർമ്മ. കഴിഞ്ഞ ജൂണ് ചിദാനന്ദപുര സ്വാമി വന്നിരുന്നു ഹരിദ്വാറിൽ, ഗായത്രി കുഞ്ചെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഉത്തരകാശിയിൽ നിന്ന് സ്വാമിജിയെ കാണാൻ പോയിരുന്നു ഹരിദ്വാറിൽ. ഒരു 3-4 ദിവസം അവിടെ സ്വാമിജിയോട്. അപ്പോൾ സ്വാമിജിയോട് കഴിഞ്ഞ വർഷം കാണുമ്പം ഈ പല്ലെല്ലാം പോടായിട്ട് റൂട്ട് കനാൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടപ്പോഴേ സ്വാമിജിയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് പല്ലൊക്കെ ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇതേ ഉദാഹരണമാണ് പറഞ്ഞത്. വിഷപ്പല്ലുകൾ ഓരോന്നായിട്ട് പറിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എന്ന്. അതായത് ഓരോ സന്ദർഭവും അവർ സാധനയുമായി ബന്ധപ്പെടുത്തുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ പല്ലുവേദന വന്നാൽ നമ്മൾ അതിനു വേണ്ടി ആ ഭാഗത്ത് മാത്രമായിരിക്കും ചിന്ത. അതിനെ ഒരിക്കലും നമ്മൾ സാധനയായിട്ട് കണക്ട് ചെയ്യില്ല. മഹാത്മാക്കൾ അങ്ങനെയല്ല, നമ്മളെ ഓരോ സന്ദർഭവും ഓർമ്മപ്പെടുത്തും. ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കുന്നത് വിഷപ്പല്ലുകളുടെ കഥ. വിഷപ്പല്ലുകൾ ഓരോന്നായിട്ട്. അപ്പോൾ ഈ സന്ദർഭത്തിലും അത് തന്നെയാണ് പ്രാർത്ഥന. ഭഗവാനെ, എൻ്റെ ഈ വിഷവ്യാപനം എനിക്ക് സാധനയ്ക്ക് തടസ്സമാണ്. എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും ആ വിഷം മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇല്ലാണ്ടാക്കി തരണേ അല്ലേ. ആ മഹാവിഷക്കരനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. 8ാമത്തെ ലക്ഷണം കാലം. ഇവിടെ കാലം എന്ന വാക്കിന് കൃഷ്ണവർണം എന്നാണ് അർത്ഥം. ഭഗവാന്റെ ആ വർണ്ണത്തിനെയാണ് ആചാര്യസ്വാമികൾ വർണ്ണിക്കുന്നത്. കാരണം കാലം എന്ന വാക്കിന് തൊട്ട് മുമ്പ് നമ്മൾ കാലസ്വരൂപൻ എന്നുള്ള അർത്ഥം പറഞ്ഞു. ഇവിടെ കാലം എന്ന വാക്കിന് കൃഷ്ണവർണ്ണത്തോടു കൂടിയാണ്. കാല എന്ന ഹിന്ദിയിൽ കറുപ്പ് കളർന്ന് പറയുന്നത്. കാല കപ്പട എന്ന് പറഞ്ഞാൽ കറുപ്പ് വസ്ത്രം ഇടുന്നവർ. അത് തന്നെ ഇവിടെ കാലം എന്ന് വെച്ചാൽ കൃഷ്ണവർണ്ണത്തോട് കൂടിയവനെ അല്ലേ. ഭഗവാന്റെ വർണ്ണം അല്ലേ കൃഷ്ണവർണ്ണമാണ്. ആ വർണ്ണത്തോട് കൂടിയവനെ ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, പ്രണമിക്കുന്നു. ഭഗവാന്റെ ആ സ്വരൂപത്തെ, കാരണം എപ്പോഴും എനിക്ക് ഭഗവാൻ എന്താ പറയുക കാലകലാതീതനാണ്, കാരണകാരനാണെന്ന് എപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചില സന്ദർഭങ്ങൾ എന്താണ് ഭഗവാന്റെ ആ സ്വരൂപത്തെ, ആ നിറത്തിനെ ഞാൻ സ്മരിക്കുന്നു. എന്തിനു വേണ്ടി? ആ നിറത്തെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുവാൻ എനിക്ക് സാധിക്കണേ. പ്രണമത ഗോവിന്ദം. 9ാമത്തെ ലക്ഷണം കാലകലാതീതം. എല്ലാ കാലത്തും നിലനിൽക്കുന്നവൻ, അതാണ് കാലകലാതീതൻ. എല്ലാ കാലത്തും നിലനിൽക്കുന്നവൻ. എല്ലാ കാലവും അറിയാമല്ലോ, ഭൂത വർത്തമാനം ഭാവി, അല്ലെങ്കിൽ എന്താ പറയുക എല്ലാ യുഗങ്ങളും വേണമെങ്കിൽ എടുക്കാം. അതിലൊക്കെ നാശരഹിതൻ, അതാണ് കാലകലാതീതൻ എന്ന് വെച്ചാൽ ഒരിക്കലും നശിക്കാത്തവൻ, എപ്പോഴും നിലനിൽക്കുന്നവൻ അല്ലേ. ഇൻഫിനിറ്റി എന്നുള്ള അർത്ഥം. കാലകലാതീതം. ഈ ഭാവന എന്തിനു വേണ്ടി? നമുക്ക് ഭഗവാൻ എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ള ആ സുരക്ഷിതത്വം വളർത്തിയെടുക്കാൻ വേണ്ടിയാണ് അല്ലേ. ഞാൻ നശിക്കും, എന്നെ സൃഷ്ടിച്ചവർ നശിക്കും അല്ലേ, എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ നശിക്കും, പക്ഷേ ആ ചൈതന്യത്തിന് നാശമില്ല. അതുകൊണ്ട് ഞാൻ നാശരഹിതനായ അങ്ങയെ കാലകലാതീതൻ എന്ന് ഓർത്തുകൊണ്ട് പ്രണമിക്കുന്നു. ഭയം മാറ്റിത്തരണേ ഭഗവാനെ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. 10ാമത്തെ ലക്ഷണം എന്താണ്?
കലിതാശേഷം. കലിത അശേഷം. അശേഷം എന്ന് വെച്ചാൽ എന്താണ്? ഒട്ടും ബാക്കിയില്ലാത്തത്. അതാണ് അശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം. ഒട്ടും ബാക്കിയില്ലാത്തത്. കലിത എന്ന് വെച്ചാൽ ലയിപ്പിക്കുക. കലിതഹ എന്ന വാക്കിൻ്റെ അർത്ഥം ലയനഹ എന്നാണ്, ലയിപ്പിക്കുക. കലിതാശേഷം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒട്ടും ബാക്കിയില്ലാതെ എല്ലാറ്റിനെയും തന്നിലേക്ക് ലയിപ്പിക്കുവാൻ സാധിക്കുന്നവനെ. അതായത് മഹാപ്രളയത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. എന്തിനെയൊക്കെ ഒട്ടും ബാക്കിയില്ലാതെ തന്നിൽ സൃഷ്ടിച്ചുവോ അതിനെയൊക്കെ ഒന്നിനെ ഇവിടെ ബാക്കി നിർത്തിയിട്ട് ഭഗവാൻ പോവില്ല അല്ലേ. അത് വലിയ ഭക്തനായിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഭഗവാൻ എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ ഒട്ടും അവശേഷിപ്പിക്കാതെ എപ്പോഴാണോ തിരിച്ചെടുക്കേണ്ടത് ആ സമയം എത്തുമ്പോൾ ഭഗവാൻ പൂർണ്ണമായും തന്നിലേക്ക് തന്നെ ലയിപ്പിക്കും. അല്ല, ലയിപ്പിക്കുക എന്ന് വെച്ചാൽ തന്നിലേക്ക് തന്നെ ചേർക്കുക. അതിന് സാധിക്കുന്നവന് അല്ലേ. സൃഷ്ടിസ്ഥിതി ലയ കാരണമാണ് ഇവിടെ പറയുന്നത്. കലിതാശേഷം എന്ന് വെച്ചാൽ ലയ കാരണ പ്രണവത ഗോവിന്ദം. അപ്പോൾ എന്താണിതൊരു ഈ പ്രാർത്ഥന അല്ലെ ഈ പ്രണാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞാനും അവിടെ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് സന്തോഷമാണ് അങ്ങിലേക്ക് ലയിക്കാൻ. എപ്പോൾ ആണോ എൻ്റെ വിസ വരുന്നത് ഞാൻ റെഡിയായിരിക്കുകയാണ്. ആ ഭാവം. കലിദോഷഘ്നം. കലിദോഷം എന്ന് വെച്ചാൽ എന്താണ്? ഈ കലിയുഗ ദോഷങ്ങളെ നമ്മൾ ആചാര്യസ്വാമികൾ അവതരിച്ചതും കലിയുഗത്തിലാണ്. നമ്മളിപ്പോൾ ഇത് പഠിക്കുന്നതും കലിയുഗത്തിൽ തന്നെയാണ്. ആ കലിയുഗത്തിലുണ്ടാകുന്ന അനേകം വിഘ്നങ്ങളെ ഭഗവാനെ അങ്ങ് ഇല്ലാണ്ടാക്കി തരണേ. കാരണം എൻ്റെ സാധനയിൽ ഈ വിഘ്നങ്ങൾ എനിക്ക് എപ്പോൾ വേണമെങ്കിലും വന്നു ചേരാം. അതുകൊണ്ട് അങ്ങ് കലിദോഷഹരനായിരുന്നു കൊണ്ട് എൻ്റെ കലിദോഷങ്ങളെ, എൻ്റെ കലിദോഷം എന്ന് വെച്ചാൽ സാധനാ വിഘ്നം, നമ്മളെ സംബന്ധിച്ച് അതേ ഉള്ളൂ. അല്ലാണ്ട് മറ്റുള്ള കലിദോഷങ്ങളിലേക്ക്, ആ ഉദാഹരണങ്ങളിലേക്കൊന്നും നമ്മൾ പോകണ്ട. എല്ലാവർക്കും അറിയാം കലിയുഗത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ. കലി എവിടെയാണ് വന്നിരുന്നത് അല്ലേ? പരീക്ഷത്തിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സ്വർണത്തിലും അവിടെ ഇവിടെയൊക്കെ വന്ന് ഇരിക്കാൻ സ്ഥലം കൊടുക്കണമെന്ന് ചോദിച്ചു. അവിടെയൊക്കെ ഇരുന്നു. പിന്നെ അവിടെയൊക്കെ അദ്ദേഹമാണ് ഇപ്പം ഭരിക്കുന്നത് എന്നാണ് ഭാഗവത മഹാപുരാണത്തിൻ്റെ തത്വം. നമുക്കും അതറിയാം. നമ്മളെ സംബന്ധിച്ച് കലിദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധനയിലുണ്ടാകുന്ന വിഘ്നങ്ങൾ. ഞാൻ വിചാരിക്കും എനിക്ക് അതിനോടാണ് കൂടുതൽ പ്രിയം, അതാണ് വേണ്ടത് ഇത്യാദികൾ. ആ വിഘ്നങ്ങളെ ഭഗവാനെ അങ്ങ് കലിദോഷഹരനായിരുന്നു കൊണ്ട് ഹരിച്ചു തരണേ. ഹരിച്ചു തരേന്ന് വെച്ചാൽ ഇല്ലാണ്ടാക്കി തരണേ. അതിനായിക്കൊണ്ട് കലിദോഷഹരായ നമഃ പ്രണവത ഗോവിന്ദം. 12ാമത്തെ ലക്ഷണം കാലത്രയ ഗതിഹേതു. ത്രയം എന്ന് വെച്ചാൽ അറിയാം, 3 കാലത്തിനും ഗതിഹേതു, 3 കാലഗതിക്കും ഹേതു എന്ന് വെച്ചാൽ കാരണം. 3 കാലത്തിനും ഹേതുവായിരിക്കുന്നവനെ, അല്ലെങ്കിൽ 3 കാലത്ത് നിലനിൽക്കുന്നവന്. ആരാണോ സൃഷ്ടി നടത്തിയത് അതേ ആൾ തന്നെയാണ് സ്ഥിതിയും നടത്തുന്നത്. അതേ ആൾ തന്നെയാണ് ലയ കർത്താവായിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അറിവ് എന്നിൽ ഉറപ്പിച്ചു തരണേ. അതിനായിക്കൊണ്ട് കാലത്രയ ഹേതു പ്രണവത ഗോവിന്ദം. അല്ലേ, നമുക്ക് ഒന്നുകൂടെ ചൊല്ലാം അല്ലേ. 12 ലക്ഷണങ്ങളായി. അത് നമ്മളാൽ കഴിയുന്നതൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് പ്രണമിക്കാം. കാന്തം കാരണകാരണമാദിമനാദിം കാലമനാഭാസം കാളിന്ദീഗത കാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷഘ്നം
കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം കാന്തം കാരണകാരണമാധിം അനാദിം കാലമനാഭാസം കാളിന്ദീഗധകാളിയ ശിരസി സുനൃത്യന്തം മുഹുരത്യന്തം കാലം കാലകലാതീതം കലിതാശേഷം കലിദോഷഘ്നം കാലത്രയഗതിഹേതും പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം.